സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ 26ാമത് സംസ്ഥാന സമ്മേളനവും ഭാരവാഹി തെരഞ്ഞെടുപ്പും നടന്നു. സെവൻസ് ടൂർണമെന്റുകളോട് സർക്കാർ ഉദാര സമീപനം സ്വീകരിക്കണമെന്നും വിനോദ ടാക്സ് ഒഴിവാക്കണമെന്നും ഫുട്ബോൾ ടൂർണമെന്റുകൾക്ക് സർക്കാർ സഹായം നൽകണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ഹരികൃഷ്ണൻ മേലാറ്റൂർ, അബ്ദുറഹ്മാൻ വണ്ടൂർ, ഇസ്മായിൽ അലി മങ്കട എന്നീ സ്ഥാപക നേതാക്കളുടെ പേരിലുള്ള നഗറിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. രക്ഷാധികാരി ആർ വിനയൻ പതാക ഉയർത്തി. സംസ്ഥാന കോർഡിനേഷൻ ചെയർമാൻ ചെറോട്ടി മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ സമ്മേളനം പി ഉബൈദുള്ള MLA ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോൾ ഭ്രാന്തന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മലപ്പുറത്തെ ജനങ്ങളുണ്ട്. മറ്റുള്ളിടത്തൊക്കെ ഫുട്ബോൾ സ്നേഹിക്കുന്നവരും ഫുട്ബോൾ ആരാധകരൊക്കെ മലപ്പുറത്തുകാർ ഫുട്ബോൾ ഭ്രാന്തന്മാരാണ്. അതാണ് ഈ ജില്ലയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ജില്ലയിൽ നിന്നും നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഒക്കെ അറിയപ്പെടുന്നത് നിരവധി ഫുട്ബോൾ താരങ്ങളെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായ യു ഷറഫ് അലി ഉൾപ്പെടെ അനസരത്തൊടിയ അങ്ങനെ ആശിക്കുരുണിയൻ തുടങ്ങിയിട്ടുള്ള ഒരാളുകൾ മലപ്പുറത്തൊക്കെ കളിച്ചു നടന്ന മലപ്പുറം ചേപ്പും മലപ്പുറം അസീസും കുഞ്ഞിക്കയും അങ്ങനെയുള്ള നിരവധി ആളുകൾ എല്ലാവരും പേര് പറയുമ്പോൾ ആരെയൊക്കെ വിട്ടു. മലപ്പുറം മൈദീൻകുട്ടി ഉൾപ്പെടെയുള്ള നിരവധി കായിക താരങ്ങൾ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും അറിയപ്പെടുന്ന നിരവധി ഫുട്ബോൾ താരങ്ങളെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട്. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി മുഖ്യാതിഥിയായി. വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറുള്ള നല്ലൊരു വിഭാഗം ആളുകളുടെ കൂട്ടായ്മയാണ് ഇന്ന് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ്. അതിലൂടെ നിങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ നഷ്ടപ്പെട്ടു പോയ വീര്യം, കരുത്ത് തിരിച്ചു പിടിക്കാനും ഈ സെവൻസ് പ്രസ്ഥാനത്തെ കേരളത്തിലെ മറ്റു സംഘടനകൾക്കും അസോസിയേഷനുകൾക്കും മാതൃകയാകുന്ന രീതിയിൽ മുൻപന്തിയിൽ നിന്ന് നയിക്കാൻ ഫുട്ബോൾ രംഗത്തെ മികച്ച കളിക്കാരെ കണ്ടെത്തുന്നതിനും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് യുവ കളിക്കാരെ തയ്യാറാക്കുന്നതിന്റെയും ആദ്യപടിയായ സെവൻസ് ടൂർണമെന്റുകൾക്ക് സർക്കാർ സംവിധാനങ്ങളുടെ സഹായം വേണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ 26ാമത് സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിച്ചു. ഈ സമ്മേളനം സർക്കാരിനോടും അതുപോലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളോടും ആവശ്യപ്പെടുന്നത് സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ ഈ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിനോദ നികുതികൾ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിൽ നിന്നും ഒഴിവാക്കി തരണമെന്ന് സർക്കാരിനോടും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടും ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ കളിക്കളങ്ങൾ, അതുപോലെ സ്കൂൾ ഗ്രൗണ്ടുകൾ കളിക്കളങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള കോടതിയുടെ നിയമങ്ങൾ മറികടക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് പ്രത്യേക തീരുമാനം നിയമസഭയിൽ എടുത്തുകൊണ്ട് അതിനുള്ള പെർമിഷൻ നൽകണമെന്നും ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ ഈ സെവൻസ് ഫുട്ബോൾ കളിക്കളങ്ങളിൽ നിന്നാണ് ഫുട്ബോൾ താരങ്ങളെ വളർത്തിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫുട്ബോളിൻ്റെ വളർച്ചയ്ക്ക് പ്രത്യേകിച്ച് മലബാറിൽ ഈ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് വഹിക്കുന്ന പങ്ക് സർക്കാർ കാണാതെ പോകരുത്. അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ ആവശ്യപ്പെടുകയാണ്. മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി വിശിഷ്ടാതിഥിയായി. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങളായ കുരികേഷ് മാത്യു, KT ചാക്കോ തുടങ്ങിയവരെ ആദരിച്ചു. SFA പുതിയ ലോഗോ യു ഷറഫ് അലി പുറത്തിറക്കി. 2024-25 സീസണിലെ ഏറ്റവും നല്ല ടൂർണമെന്റായി റോയൽ കപ്പ് ടൂർണമെന്റിനെയും മികച്ച ടീമായി ഫിഫ മഞ്ചേരിയെയും ആദരിച്ചു. മലപ്പുറം നഗരസഭാ കൗൺസിലർ O സഹദേവൻ, സംസ്ഥാന ഭാരവാഹികളായ MA ഹബീബുള്ള, സലാഹുദ്ദീൻ മമ്പാട്, റോയൽ മുസ്തഫ, യൂസഫ് A മാടൻ, K കൃഷ്ണൻകുട്ടി ഷൊർണൂർ, KRSC ചന്ദ്രൻ, ഫാറൂഖ് പച്ചീരി, ഷാഹുൽ കൊണ്ടോട്ടി, ജോൺസൺ ജേക്കബ്, റഹൂഫ് എടവണ്ണ, ബാവ കോഴിക്കോട്, ഫിറോസ് ബാബു മണ്ണാർക്കാട്, റഹ്മാൻ പള്ളിക്കര തുടങ്ങിയവർ പ്രസംഗിച്ചു. 2025-28 കാലയളവിലേക്കുള്ള ഭാരവാഹികളായി പ്രസിഡന്റ് മുഹമ്മദ് ചെറൂട്ടി, സീനിയർ വൈസ് പ്രസിഡന്റ് MA ഹബീബുള്ള, വൈസ് പ്രസിഡന്റുമാരായ കാദർപ്പ, യൂസഫ് A മാടൻ, ഫിറോസ് ബാബു മണ്ണാർക്കാട്, യാഷിഖ് മഞ്ചേരി, മണി വളാഞ്ചേരി, അൻവർ ജിങ്കാന, ജോൺസൺ ജേക്കബ്, ജനറൽ സെക്രട്ടറി റോയൽ മുസ്തഫ, സെക്രട്ടറി സലാഹുദ്ദീൻ മമ്പാട്, ജോയിന്റ് സെക്രട്ടറിമാരായ K കൃഷ്ണൻകുട്ടി, നസീർ എടത്തനാട്ടുകര, കണ്ണൻ തൃശൂർ, അസ്ലം എടപ്പാൾ, ഷാഹുൽ കൊണ്ടോട്ടി, മുഹമ്മദ് കുഞ്ഞി, ഗജാൻജി, ഫാറൂഖ് പച്ചീരി എന്നിവരെ തിരഞ്ഞെടുത്തു. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.